നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസങ്ങളിൽ 1600 രൂപ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഒരു മാസത്തെ ഗഡുവായ 1600 കൂടി ലഭിക്കും. കുടിശ്ശികയായ പെൻഷനാണ് ലഭിക്കുക. ആർക്കെല്ലാമാണ് ലഭിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഇതുപോലത്തെ ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കാണുന്ന വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 8 മാസത്തോളമായി പെൻഷൻ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. കറക്റ്റായി തന്നെ എല്ലാ മാസവും ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ 2024 വർഷത്തിൽ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു മാസം കൂടി ലഭിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അവർക്ക് ബാക്കിയുള്ളത്. അത് സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 2025 ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിന് ശേഷമായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനുമായി കൂടി 3200 രൂപ ലഭിക്കുമെന്നായിരുന്നു. സർക്കാർ എന്നുള്ള ആദ്യ അറിയിപ്പുകൾ അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് അത് മാറ്റി ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിച്ചത്. സാധാരണഗതിയിൽ ഒരു ആഘോഷം ഉണ്ടാകുന്ന സമയത്ത്, വിഷു, ഈസ്റ്റർ, പെരുന്നാൾ പോലത്തെ ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുടിശ്ശിക പെൻഷൻ കൂടി ലഭിക്കാറുണ്ടായിരുന്നു. അതിപ്പോൾ ഈ പ്രാവശ്യം ഈ മാസം അവസാനത്തോടു കൂടിയാണ് ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയായ 1600 രൂപ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ കയറും. ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ. അതിനുമുമ്പായി തന്നെ കുടിശ്ശിക പെൻഷൻ മുഴുവൻ കൊടുത്തു തീർത്ത് പെൻഷൻ ചെറുമട്ടത്തിൽ ഒന്ന് കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ കുറേ ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അത് ആർക്കെല്ലാമാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ 2025 ജനുവരി 1 ശേഷം പെൻഷൻ അപ്രൂവലായി ലഭിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് കുടിശ്ശിക പെൻഷൻ ഉണ്ടാകുകയില്ല, അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കാതെ ഈ ജനുവരി മാസത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കും മസ്റ്ററിംഗ് ഇല്ലാത്ത സമയത്ത്, മസ്റ്ററിംഗ് ചെയ്യാത്ത സമയത്തുള്ള കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ലെന്നുള്ള മെസ്സേജ് വരുമ്പോൾ നമ്മൾ അവരുടെ പേഴ്സണലുമായി ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടിയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്, എനിക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല, എനിക്ക് ഈ മാസം പെൻഷൻ കിട്ടിയില്ല എന്നങ്ങനെ പല ആളുകളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒട്ടുമിക്ക ആളുകളും, ആ മെസ്സേജ് അയക്കുന്ന ഒട്ടുമിക്ക ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. അവർക്ക് വർഷാവർഷമുള്ള മസ്റ്ററിംഗ് കുറിച്ച് അറിയാത്തത് കൊണ്ടും അതുപോലെ തന്നെ മസ്റ്ററിംഗ് തീയതി അറിയാത്തത് കൊണ്ടുമാണ് അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത്. എല്ലാ വർഷവും ആഗസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ, ആഗസ്റ്റ് മാസങ്ങളിലായിരുന്നു മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിൽ മസ്റ്ററിംഗ് ചെയ്ത ആളുകൾ ഈ വർഷവും ആഗസ്റ്റ് മാസങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള പെൻഷൻ സർക്കാരിന് ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അവർ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകണം. അത് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്കും പെൻഷൻ തുടർന്ന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അവർ അത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളുടെ സഹായത്തോടെ പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക. അതിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയ ആളുകളെ കുറിച്ചെല്ലാം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ കറക്റ്റായി മനസ്സിലാക്കി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷനും കുടിശ്ശിക പെൻഷനും സർക്കാരിൽ ഏത് തരത്തിലുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇതുപോലത്തെ അറിയിപ്പോൾ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.